ലണ്ടനിലെ ബുറുളി ഗ്രാമത്തിൽ പുതുതായി താമസം മാറി വന്ന പള്ളിയിലച്ചൻ ആദ്യ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ കഥകിനാരാവുന്ന കൊട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. ഉടനെ അദ്ദേഹം ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ പേടിച്ചു ഭയന്നൊരു കന്യാസ്ത്രീയായിരുന്നു അദ്ദേഹത്തിന് അവിടെ കാണാൻ കഴിഞ്ഞിരുന്നത്. അന്നേ ദിവസം ആ കന്യാസ്ത്രീക്ക് അദ്ദേഹം അവിടെ താമസിക്കുവാൻ അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ ഈ ഫാദറിന് അറിയുമായിരുന്നില്ല, ഈ പള്ളിയിലച്ചന് അറിയുമായിരുന്നില്ല ആ പള്ളിയിലച്ചൻ അവിടെ അനുമതി നൽകിയ ആ കന്യാസ്ത്രീ ഒരു പ്രേതമായിരുന്നു എന്ന്. വെൽക്കം ബാക്ക് ടു MS010. 2018 പുറത്തിറങ്ങിയ ദ നൺ എന്ന് പറയുന്ന മൂവിക്ക് കാരണമായ യഥാർത്ഥ കഥയെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കഥ ആരംഭിക്കുന്നത് 1950കളിലാണ്. ലണ്ടനിലെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബുറുളി എന്ന ഗ്രാമത്തിൽ അവിടുത്തെ പള്ളിയോട് ചേർന്ന വെയർ ഹൗസിന് പെട്ടെന്ന് തീ പിടിക്കുകയാണ്. ഈ തീപിടുത്തത്തിൽ എന്തോ നിഗൂഢതയുണ്ട് എന്ന് മനസ്സിലാക്കിയ, എന്തോ അപശകുനമുണ്ട് എന്ന് മനസ്സിലാക്കിയ അവിടുത്തെ വികാരിയച്ചൻ പള്ളിയിലച്ചൻ അവിടുന്ന് നാട് വിടുകയാണ്. എന്നാൽ അവിടെ പുതുതായൊരു പള്ളിയിലച്ചൻ വരുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി മുന്നേ കത്തി നശിച്ച ആ വെയർ ഹൗസ് പുതുക്കി പണിഞ്ഞ് ഈ പള്ളിയിലച്ചന് സമ്മാനമായി നൽകുകയായിരുന്നു. എന്നാൽ ഈ പുതുതായി വന്ന പള്ളിയിലച്ചന് ആദ്യ ദിവസം തന്നെ അവിടുന്ന് അനുഭവിച്ചിരുന്നത് പേടിച്ചു എന്നൊരു കന്യാസ്ത്രീ അവിടെ വന്ന് വാതിന് കൊട്ടുകയും പിറ്റേ ദിവസം ടാങ്ക്സ് പറഞ്ഞ് മടങ്ങുന്ന രീതിയായിരുന്നു. ഇതിലെന്താ നിഗൂഢതയുണ്ട് എന്ന് മനസ്സിലാക്കിയ പള്ളിയിലച്ചൻ അവിടുത്തെ നാട്ടുകാരോടെല്ലാവരും കൂടി ഇത് പറഞ്ഞു. എന്നാൽ നാട്ടുകാരും ഇത് സീരിയസ് ആക്കി എടുത്തിരുന്നില്ല. എന്നാൽ പിറ്റേ ദിവസം പള്ളിയിലച്ചൻ നാട് കാണാൻ ഇറങ്ങുകയായിരുന്നു. ആദ്യമായി ഡ്യൂട്ടി ഏറ്റെടുത്ത നാടാണെന്ന് കരുതി നാട് കാണാൻ ഇറങ്ങിയപ്പോൾ പള്ളിയിലച്ചന് ഒരു കാര്യം മനസ്സിലാക്കുകയായിരുന്നു. മറ്റു വീടുകളെ അപേക്ഷിച്ച് തങ്ങളുടെ വെയർ ഹൗസ് ഒരു ഒറ്റപ്പെട്ടിരുന്നു. വെയർ ഹൗസിന് തൊട്ടു മുന്നിലായി ഒരു കോൺവെന്റ് ഉള്ളതിനാലും അവിടെ ഒരുപാട് സ്ത്രീകൾ കന്യാസ്ത്രീ ആവാൻ പഠിക്കുന്നതിനൊക്കെ തന്നെ ഈ കാര്യം പള്ളിയിലച്ചനെ വലിയ സീരിയസ് ആക്കി എടുത്തിരുന്നില്ല. എങ്കിൽ അന്നേ ദിവസവും നേരം ഇരുട്ടുകയാണ്. അന്നേ ദിവസവും ആരോ ഒന്ന് തങ്ങളുടെ കഥകിന് കൊട്ടുന്നുണ്ട്. പള്ളിയിലച്ചൻ ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട് അതേ സ്ത്രീ പേടിച്ച് ഭയന്ന് നിൽക്കുകയാണ്. എങ്കിൽ അന്നേ ദിവസം പള്ളിയിലച്ചൻ ആ കന്യാസ്ത്രീയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ പേരെന്നും, നിങ്ങളെ ആരാണ് ഇങ്ങനെ പേടിപ്പിച്ച് ഓടിക്കുന്നത് എന്നും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതും ഒക്കെ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ പള്ളിയിലച്ചന് ആ സ്ത്രീ കൊടുത്ത മറുപടി, എൻ്റെ പേര് മേരി എന്നും ഞാൻ വരുന്നത് പാരീസിൽ നിന്നാണ് എന്നും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കന്യാസ്ത്രീ ആവണമെന്നായിരുന്നു ആ കന്യാസ്ത്രീ ആ പള്ളിയിലച്ചനോട് പറഞ്ഞ മറുപടി. എങ്കിൽ അന്നേ ദിവസം ആ കന്യാസ്ത്രീക്ക് പള്ളിയിലച്ചൻ അവിടെ താമസിക്കുവാൻ അനുമതി നൽകുകയായിരുന്നു. അന്നേ ദിവസം നേരം പുലർന്നപ്പോൾ പള്ളിയിലച്ചനോട് ആ കന്യാസ്ത്രീ താങ്ക്സ് പറഞ്ഞ് മടങ്ങുകയായിരുന്നു. പള്ളിയിലച്ചൻ അവിടെ ഡ്യൂട്ടി ഏറ്റെടുത്തു. മൂന്നാമത്തെ ദിവസം നേരം പുലർന്നപ്പോൾ പള്ളിയിലച്ചൻ നേരെ ചെന്നത് അവിടുത്തെ കോൺവെന്റിലേക്കായിരുന്നു. മേരി എന്നു പേരുള്ള എല്ലാ കന്യാസ്ത്രീകളെയും പള്ളിയിലച്ചൻ അവിടെ വിളിപ്പിച്ചു. മേരി എന്നുള്ളത് ഒരു കോമൺ നിയമമായതിനാൽ 4-5 കുട്ടികൾ പള്ളിയിലച്ചൻ്റെ മുന്നിലേക്ക് കടന്നു വരികയായിരുന്നു. അവരെ ഓരോരുത്തരെയും പള്ളിയിലച്ചൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി തങ്ങളുടെ കഥകിന് കൊട്ടിയ ആ കന്യാസ്ത്രീ അവിടെ ഉണ്ടോ എന്നായിരുന്നു പള്ളിയിലച്ചൻ നോക്കിയിരുന്നത്. എങ്കിൽ അവിടെ ആ കന്യാസ്ത്രീ ഉണ്ടായിരുന്നില്ല. കാര്യങ്ങളിൽ എന്തൊക്കെയോ നിഗൂഢതകൾ പള്ളിയിലച്ചന് തോന്നുകയാണ്. എങ്കിൽ ആ മൂന്നാമത്തെ ദിവസവും രാത്രി ഇരുട്ടുകയാണ്. പള്ളിയിലച്ചന് അന്ന് രാത്രിയായപ്പോൾ പള്ളിയിലച്ചന് വളരെ ആകാംക്ഷയേറുകയാണ്. ഇന്നും തങ്ങളുടെ കഥകിന് ആരെങ്കിലും വന്ന് കൊട്ടുമോ, ഇന്നും ആ കന്യാസ്ത്രീ വരുമോ തുടങ്ങി ആകാംക്ഷകളായിരുന്നു. പക്ഷേ ഇന്ന് ആരും തങ്ങളുടെ കഥകിനെ ഒന്ന് കൊട്ടുകയുമില്ല. ഇന്ന് ആരും തങ്ങളുടെ വീട്ടിൽ വന്നുമില്ല. എങ്കിൽ പള്ളിയിലച്ചനൊന്ന് കാതൊന്ന് കൂർപ്പിച്ച് നോക്കുമ്പോൾ തങ്ങളുടെ കഥകിന് പുറത്തുനിന്ന് എന്തൊക്കെയോ ഒരു സ്ത്രീയുടെ അലർച്ചയും എന്തൊക്കെയോ ശബ്ദങ്ങളും കേൾക്കാമായിരുന്നു. എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നാട്ടുകാരുടെ എല്ലാവരോടും പറഞ്ഞപ്പോൾ നാട്ടുകാരും സീരിയസ് ആക്കി എടുത്തിരുന്നില്ല. മറ്റൊരു കാര്യം കൂടി അവിടെ നടന്നിരുന്നു. പള്ളിയിലച്ചൻ ഒരു ദിവസം പുറത്തേക്ക് നോക്കുമ്പോൾ ചില തലയില്ലാത്ത കന്യാസ്ത്രീകളെയും ഒരുപാട് അലർച്ചയോടുകൂടി പായുന്ന കന്യാസ്ത്രീകളെയൊക്കെ പള്ളിയിലച്ചന് പുറത്ത് കാണാൻ കഴിഞ്ഞു. ഇതൊക്കെ തന്നെ പള്ളിയിലച്ചൻ നാട്ടുകാരോട് പറഞ്ഞപ്പോൾ നാട്ടുകാരും ഇത് സീരിയസ് ആക്കി എടുത്തിരുന്നില്ല. എങ്കിൽ പള്ളിയിലച്ചന് ഇതുകൊണ്ട് യാതൊരു ആപത്തുമില്ലല്ലോ എന്ന് കരുതി പള്ളിയിലച്ചനും ഇത് സീരിയസ് ആക്കി എടുത്തിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. 1-ാം ലോക മഹായുദ്ധത്തിൽ ഈ വീടിൻ്റെ അടിത്തറയ്ക്ക് ചില വിള്ളലുകൾ സംഭവിക്കുകയാണ്.
അതൊക്കെ കാരണം ഈ വീട്ടിൽ ആരും താമസിക്കാതാവുകയും ഈ നാട്ടുകാർ തന്നെ ഈ വീട് പൂർണ്ണമായി നശിപ്പിക്കുകയായിരുന്നു. എങ്കിൽ അത് ഓരോ ദിവസവും ഓരോ രാത്രിയും അവിടുത്തെ നാട്ടുകാർക്ക് അനുഭവിച്ചിരുന്നത് വളരെ വിചിത്രമായ ചില സംഭവങ്ങളായിരുന്നു. മുന്നേ അവിടുത്തെ പള്ളിയിലച്ഛൻ നടന്നതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ അവിടുത്തെ ഓരോരുത്തരുടെയും വീടുകളിൽ പേടിച്ചു പോയുന്ന ഒരു കന്യാസ്ത്രീ വന്ന് തട്ടുമായിരുന്നു. ഇതൊക്കെ കാരണം അവിടുത്തെ നാട്ടുകാർ മുഴുവൻ ഭീതിയുടെ നിഴലിൽ ആണ്ടു പോകുകയായിരുന്നു. എന്നാൽ അവിടുത്തെ ചില നാട്ടുകാരൊക്കെ തീർന്നെടുത്ത തീരുമാനമായിരുന്നു അവിടുത്തെ വളരെ ഫേമസ് ആയ പ്രേതപിടുത്തക്കാരായ ലെഡിനെയും ലോറൻ വാറിനെയും വിളിക്കുക എന്നത്. അങ്ങനെ ലെഡും ലോറൻ വാറും ഉരുളിയുടെ മണ്ണിൽ കാലുകുത്തുകയാണ്. അവർ കാലുകുത്തിയ ഉടൻ അവർ അന്വേഷിച്ചിരുന്നത് ആരാണ് ആ പാരീസിൽ നിന്നും ഇവിടുത്തെ കോൺവെന്റിൽ മതം പഠിക്കുവാൻ വന്ന ആ മേരി എന്ന പെൺകുട്ടി എന്നതായിരുന്നു. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം അവർക്കതിനുള്ള ഉത്തരം ലഭിക്കുകയായിരുന്നു. ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് മതം പഠിക്കണമെന്ന ആഗ്രഹം കൊണ്ട് ആ മേരി എന്ന പെൺകുട്ടി ഉരുളിയുടെ മണ്ണിൽ കാലുകുത്തുകയാണ്. അങ്ങനെ അവൾ മതം പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കോൺവെന്റിന് തൊട്ടു മുന്നിലുള്ള ആ വെയർ ഹൗസിൽ ആ പള്ളിയിലച്ഛനുമായി അവൾ പ്രണയം തോന്നുകയാണ്. അങ്ങനെ ആ പ്രണയം വളർന്നു വലുതാകുകയും ആ പ്രണയം നാട്ടുകാർ മുഴുവൻ അറിയുകയുമായിരുന്നു. അങ്ങനെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ തീരുമാനിച്ചു ഒരിക്കലും പള്ളിയിലച്ഛൻ ഇങ്ങനെ ചെയ്യത്തില്ല, ഇതിനെല്ലാത്തിനും കാരണം ആ മേരി എന്ന പെൺകുട്ടിയാണ്. ആ മേരി എന്ന പെൺകുട്ടിയെ നമുക്ക് വധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മേരി എന്ന പെൺകുട്ടിയെ ഒരു ദിവസം രാത്രി നാട്ടുകാർ മുഴുവൻ വിളിപ്പിക്കുകയാണ്. കാര്യത്തിൽ എന്തോ നിഗൂഢതയുണ്ട് തോന്നുക മേരി എന്ന പെൺകുട്ടി നേരെ അവിടുത്തെ വെയർ ഹൗസിലേക്ക് ഓടിച്ചെല്ലുകയാണ്. വെയർ ഹൗസിലേക്ക് ഓടിച്ചെന്ന ഉടൻ പള്ളിയിലച്ഛൻ ആ മേരി എന്ന പെൺകുട്ടിയെ കാണുകയാണ്. മേരി എന്ന പെൺകുട്ടിയുടെ പുറകിൽ ഒരുപാട് നാട്ടുകാർക്ക് മുന്നിൽ ആ മേരി എന്ന പെൺകുട്ടിയെ വിട്ടുകൊടുക്കാൻ പള്ളിയിലച്ഛൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ആ നാട്ടുകാർ മുഴുവൻ ചേർന്നെടുത്ത മറ്റൊരു തീരുമാനമായിരുന്നു ആദ്യം തന്നെ ഈ പള്ളിയിലച്ഛനെ തൂക്കിക്കൊല്ലുക എന്നത്. അങ്ങനെ പള്ളിയിലച്ഛനെ തൂക്കിക്കൊന്നതിന് ശേഷം ഈ മേരി എന്ന പെൺകുട്ടിയെ ജീവനോടുകൂടി അവർ കുഴിച്ചു മൂടുകയാണ്. അങ്ങനെ ആ ജീവനോട് കുഴിച്ചു മൂടിയ ആ മറവിദ്യ സ്ഥലത്താണ് പിന്നീട് 1-ാം ലോക മഹായുദ്ധത്തിൽ വർഷിച്ച ബോംബ് കാരണം ആ മറവാടിയ സ്ഥലം അവിടെ ചില തരത്തിലുള്ള സംഭവിക്കുകയാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഇതിനുള്ള മറുമരുന്ന് എന്താണെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതിനുള്ള മറുമരുന്ന് എന്ന് പറഞ്ഞാൽ മത ആചാരങ്ങൾ അനുസരിച്ചായിരുന്നില്ല അവളെ കുഴിച്ചിട്ടിരുന്ന്. എങ്കിൽ അവരുടെ ആ അസ്ഥികളൊക്കെ തിരികെ എടുത്ത് മതചര്യ അനുസരിച്ച് അവളെ കുഴിച്ചിട്ടാൽ ഇതിന് മറുമരുന്നാണ് എന്ന് പറഞ്ഞിട്ട് അവർ അതൊക്കെ അനുസരിക്കുകയാണ്. അങ്ങനെ നാട്ടുകാരെ വഴങ്ങിക്കൊണ്ട് അവർ ഇത് ചെയ്യാൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഇത് ലെഡും ലോറൻ വാങ്ങും ആ കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ അവരുടെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇന്നും ഒരുപാട് പേർ പ്രേതം ഇല്ല എന്നാണ് വിശ്വസിക്കുന്നതെങ്കിലും ഒരുപാട് പേർ പ്രേതം ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് എൻ്റെ ഒരുപാട് പോരായ്മകളുള്ളതിനാലും നിങ്ങൾ ഈ വീഡിയോയുടെ പോരായ്മകൾ താഴെ കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും